BJPയെ ഇഷ്ടപ്പെടാത്തവർ പോലും, ഭാരതീയ ജനതാ പാർട്ടിയെ ഇഷ്ടപ്പെടാത്തവർ പോലും നരേന്ദ്രമോദിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നല്ലേ? ഒരു മോദി ഫാക്ടർ ഉണ്ടല്ലേ? അത് ശരിയല്ലേ? ആ ഒരു യാഥാർത്ഥ്യം മോദിക്ക് ഭാരതത്തിൻ്റെ വികസനത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി, ഒരുപാട് സംഭാവനകൾ നൽകാൻ പറ്റി. മാത്രമല്ല, നേരത്തെ ഗൗതം ചൂണ്ടിക്കാണിച്ചതുപോലെ ലോകം ആദരിക്കുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുണ്ട് അല്ലേ? അവരൊക്കെ ഒന്ന് തല ഉയർത്തി പിടിച്ച് നടക്കാൻ തുടങ്ങിയത് ഈ 2014 ശേഷമല്ലേ? അതൊരു യാഥാർത്ഥ്യമല്ലേ ഐസൻ? തീർച്ചയായും ഈ അന്താരാഷ്ട്ര തലത്തിലും അതുപോലെ തന്നെ അന്താരാഷ്ട്ര വാണിജ്യ തലത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കൈവരിച്ച നേട്ടങ്ങളുടെ പട്ടിക പറഞ്ഞു തീരാത്ത അത്രയുണ്ട്. ഇത്തരത്തിൽ പല വാർത്തകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായി നമുക്ക് വിവരങ്ങൾ തേടേണ്ടി വരികയും ആ തേടുന്ന വിവരങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു പ്രവാഹം തന്നെയാണ് ഈ ദേശീയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലഘട്ടവും അന്തർദേശീയ ലംഘനങ്ങളും തമ്മിൽ പരിശോധിക്കുമ്പോൾ വരും. 30-ലേറെ രാജ്യങ്ങൾ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ച ഒരു നേതാവ്. അത്തരമൊരു നേതാവിനെ ഇന്ത്യയിൽ കണ്ടെത്താൻ സാധിക്കില്ല. ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി അല്ലെങ്കിൽ വിദേശ രാജ്യത്തുള്ള ഒരു പ്രതിനിധിക്ക് നൽകാവുന്ന ഏറ്റവും ഉയർന്ന ബഹുമതി, ഇതൊക്കെ നൽകിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദരിക്കുന്നത്. അതിന് ഏതെങ്കിലും ഒരു പബ്ലിസിറ്റിയുടെ കാരണമോ അല്ലെങ്കിൽ ഷോമാൻഷിപ്പിൻ്റെ കാരണമായിട്ടല്ല എനിക്ക് തോന്നുന്നത്. അത് ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം ഈ അടുത്ത കാലത്ത് പല വിദേശ സന്ദർശനങ്ങളിലും പറഞ്ഞൊരു പോയിൻ്റുണ്ട്. ശ്രീബുദ്ധൻ്റെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്, സമാധാനത്തിൻ്റെ സന്ദേശവാഹകനാണ്, നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, യുദ്ധം പരിഹാരമല്ല. ഇതിനപ്പുറത്തേക്ക് ഒരു സമാധാനത്തിൻ്റെ സന്ദേശം നൽകാൻ സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ നേതാവിനും സാധിക്കില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിൻ്റെയും രാഷ്ട്രീയ പ്രത്യേകതകളുടെയും, ഇപ്പോൾ ഗൗതം പറഞ്ഞതുപോലെ അദ്ദേഹം വാർത്തെടുക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നും രൂപപ്പെട്ട ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു ഗുണഗണങ്ങളിൽ ഒന്നാണ്. പിന്നീട് പല വിഷയങ്ങളും നമുക്ക് പരിശോധിച്ചാൽ വികസനത്തിൻ്റെ കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത ഇന്ന് ചെയ്യുന്ന സമയത്ത് ഒരു കമ്പാരിസൺ 2014 വിമാനത്താവളങ്ങളുടെ എണ്ണം 64 ഒക്കെ അല്ല 74, ഇന്നത് 164. കണക്കുകളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ 2014 74, 2026 164. അതുപോലെ ഈ 2014 IIM-കൾ 13 ആയിരുന്നു, ഇപ്പൊ 21 ആയി. 2014 എയിംസ് 7 ആയിരുന്നു, ഇപ്പൊ 23 ആയി. IIT-കൾ 2014 11 ആയിരുന്നു, ഇപ്പൊ 23 ആയി. അതുപോലെ നാഷണൽ ഹൈവേ 91,287 കിലോമീറ്റർ ആയിരുന്നു, ഇപ്പോൾ 1,46,572 കിലോമീറ്റർ. മെട്രോ നെറ്റ്വർക്ക് 248 കിലോമീറ്റർ ആയിരുന്നു 2014, ഇപ്പോൾ 1,095 കിലോമീറ്റർ. അതുപോലെ സ്റ്റാർട്ടപ്പുകൾ 380 മാത്രമായിരുന്നു 2014, ഇപ്പോൾ 2,34,090. ഒരെണ്ണം കൂടി പറയട്ടെ, ഫോറക്സ് 304 ബില്യൺ ആയിരുന്നു, അതിപ്പോൾ 690 ബില്യനായിട്ട് മാറി. ഇതാണ് വ്യത്യസ്തമായിട്ടുള്ള ഇതാണ് കണക്ക്, ഇതാണ് വികസനത്തിന്റെ കണക്ക്. അതുപോലെ തന്നെ സ്വതന്ത്ര വ്യാപാര കരാർ ഓസ്ട്രേലിയ, UAE, മൊറീഷ്യസ് ഒക്കെ നിരവധി സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഒപ്പുവെക്കുന്ന ഒരു സാഹചര്യം യൂറോപ്യൻ യൂണിയനുമായി ഈ അടുത്ത കാലത്താണ് നമ്മളെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നൊരു വിഷയമാണ് ഉണ്ടായത്. അതുപോലെ തന്നെ യൂറോപ്യൻ ഫ്രീ ട്രേഡ് ഓർഗനൈസേഷനൊക്കെ ആയിട്ടും ഇത്തരത്തിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകളിലേക്ക് പോകുമ്പോൾ ഈ വ്യാപാരം മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ തന്നെ കാർഷിക രംഗം, അതുപോലെ തന്നെ ഊർജ്ജോൽപാദന രംഗം, വികസന രംഗത്ത് മുൻപെങ്ങും കണ്ടിട്ടില്ലാത്തൊരു മുന്നേറ്റം നമുക്ക് കേരളത്തിൽ തന്നെ അനുഭവിച്ചറിയാവുന്ന ഒരു കാര്യമാണ് ഈ ദേശീയപാതയുടെ വികസനം. ദേശീയപാതയുടെ വികസനം വളരെ കൃത്യമായി എനിക്ക് ഏറ്റവും അനുഭവമായത്, എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നൊരു വിഷയം, എൻ്റെ അമ്മ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് അവിടെ ഭൂമി ഏറ്റെടുക്കൽ നടന്നത്. 67 ക്യാമ്പസുകളിൽ പഠിച്ച കാലമാണ്. ഞാനാണ് അവിടെ ചെന്ന് അവിടെ ദേശീയപാത നിർമ്മാണം ആരംഭിച്ചു, 16,000 കോടി രൂപയുടെ ഒരു റീച്ചിനുള്ള പ്രൊജക്റ്റ് പാസ്സായി എന്ന് ഞാനാണ് വാർത്ത കൊടുക്കുന്നത്. അമ്മയാണ് എന്നോട് പറയുകയും ചെയ്യുന്നത്. ചരിത്രമാണ് ഇതൊക്കെ. 50 കൊല്ലത്തേക്ക് വ്യത്യാസമാണ് ഈ കാണുന്നത്. അത്തരത്തിൽ കൊല്ലത്തുകാരനായ പ്രജിത്തിനും പറയാനുണ്ട്. അതെ, അത്തരത്തിൽ നേരിട്ടറിയുന്ന കാര്യങ്ങൾ നമുക്ക് 50 കൊല്ലമായി നടക്കാത്ത ദേശീയപാത വികസനം ഒറ്റയടിക്ക് നടപ്പാവുന്നു. അത് നമ്മൾ നേരിൽ കാണുന്നു. കേരളത്തിൻ്റെ 2 അറ്റത്ത് ദേശീയപാത എത്തിക്കഴിഞ്ഞു. സാങ്കേതികമായി ചില റീച്ചുകൾ എത്താത്തുണ്ടാവാം, അങ്ങനെയൊക്കെ ഉണ്ടാവാം. അതിപ്പോൾ ഒരു വർഷം ഈ വർഷം അവസാനത്തോടുകൂടി അത് പൂർണ്ണമാവുകയും ചെയ്യും. ദേശീയപാത വികസനം, വിമാനത്താവളങ്ങളുടെ വികസനം എന്നൊക്കെ പറയുമ്പോൾ, ഒരു വിമാനത്താവളം വരുമ്പോൾ സാധാരണഗതിയിൽ ധനാഢ്യർക്ക് മാത്രമുള്ളൊരു നേട്ടമല്ല. അപ്പോൾ വളരെ ലളിതമായി പറഞ്ഞാൽ നെടുമ്പാശ്ശേരി വിമാനത്താവളം വന്നപ്പോൾ ഫ്ലോറിക്കൾച്ചർ, അതായത് പൂക്കൃഷിക്ക് സാധ്യതകൾ വർദ്ധിച്ചു. ഓസ്ട്രേലിയയിലേക്കൊക്കെ വൻതോതിൽ പൂക്കൾ കയറ്റി അയക്കാൻ ഒരു സോഴ്സായി വിമാനത്താവളം എന്നതാണ്. അത്തരത്തിലുള്ള ജീവിതത്തെ തൊടുന്ന വികസനങ്ങൾ ഉണ്ടായി എന്നതാണ് പ്രധാനപ്പെട്ട ഒരു നേട്ടമായി എനിക്ക് തോന്നിയിട്ടുള്ളത്.
അത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരത്തെ അനിൽ നമ്പ്യാർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ബി ജെ പിക്ക് അപ്പുറം ആ വ്യക്തിപ്രഭാവം വളർന്നു, അല്ലെങ്കിൽ ബി ജെ പിയെ വെറുക്കുന്നവർ പോലും നരേന്ദ്രമോദിയെ അംഗീകരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട പല സുഹൃത്തുക്കളും നരേന്ദ്രമോദിയെ ആദരിക്കുന്നവരുണ്ട്, അതെ അതെ, ഇടതുപക്ഷക്കാർ പോലും. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അല്ലേ